ഒറ്റശിഖരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരദരാജൻ ബഹളം വയ്ക്കുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ജയപ്രകാശനും ബാലകൃഷ്ണനും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഞങ്ങളോട് ഈ ചതി ചെയ്തതെന്ന്. തുളസിക്കാണെങ്കിൽ അതിന് മറുപടിയില്ല. തുളസി പറയുന്നുണ്ട്, എത്രത്തോളമാണോ നഷ്ടപരിഹാരം അത് പറഞ്ഞാൽ മതി, ഒരു തുക പോലും കുറയാതെ തിരിച്ചടച്ചോളാമെന്ന്. നഷ്ടപരിഹാരമല്ലല്ലോ, ഒരു പ്രസവിച്ച പെണ്ണിനെയാണ് എൻ്റെ മകൻ്റെ തലയിൽ നിങ്ങൾ കെട്ടിവയ്ക്കാനായിട്ട് നോക്കിയത്, അത് കൊടും ചതിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തുളസിയും പ്രസന്നയും ആകെ തലതായി നിൽക്കുന്നു. ഈ സമയം മീനാക്ഷിയാണെങ്കിൽ തലവേദനിച്ച് വയ്യാതെ അങ്ങനെ കിടക്കുകയാണ്. അവിടേക്ക് മഞ്ജു വരുന്നുണ്ട്. ചേച്ചി, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. നീ എന്തീ പറയുന്നത് ചേച്ചി? നാട്ടുകാരെ കൂട്ടി ആകെ നമ്മൾ നാണം കെടാനുള്ള കാര്യങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചി വന്ന് ഇത് സോൾവ് ചെയ്താലേ പറ്റൂ. നീ എന്താ മഞ്ജു ഈ പറയുന്നത്? ചേച്ചി, രണ്ടിലൊന്ന്, പോയാൽ പോട്ടെ, ഈ ബന്ധമല്ലേ പോകുന്നുള്ളൂ. നമുക്ക് ഇവിടെ ജീവിക്കേണ്ടതല്ലേ. ഈ നാട്ടിൽ നിന്നും പിന്നെ ഒളിച്ചോടാൻ എനിക്ക് വയ്യ. അതിനെ ചേച്ചി വന്ന് പറയുകയും പറഞ്ഞാൽ അതോട് കൂടിയിട്ട് അവർ പോകുമല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. നീയൊക്കെ എന്താ കരുതിയിരിക്കുന്നത്? ഒരു പ്രശ്നമില്ല. പിന്നീട് ഞാനും ഈ സാറും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ്സാണ്. ഞങ്ങൾക്ക് നാളെയും കാണേണ്ടതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് മറ്റ് സുഹൃത്തുക്കളും വരും. അപ്പം ഞങ്ങൾ എന്ത് പറയും? ഇതൊക്കെ കേട്ട് മഞ്ജുവിനാണെങ്കിൽ ഉത്തരമില്ല. എല്ലാവർക്കും മുന്നിലും വീണ്ടും നാണം കെടാൻ ഞാൻ മാത്രം ബാക്കി. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് എല്ലാം സത്യങ്ങളും തുറന്നു പറയാമെന്ന്. എന്നിട്ട് ആരും സമ്മതിച്ചില്ല. ഇപ്പോഴും ഒന്നിങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി, ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചി വന്നേന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ മീനാക്ഷിയെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നിശബ്ദരാവുന്നുണ്ട്. വരദരാജനാണെങ്കിൽ അവളെ കൊല്ലാനുള്ള കലയും. അങ്ങനെ പവൻകുമാർ ആണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങി വരികയാണ്. എന്നിട്ട് തുളസി ആണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഒരു ഡോക്ടറുടെ എത്തിക്സ് ആണ് ഇവിടെ നിങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, ഞാനൊരു ഡോക്ടറാണ്, മീനാക്ഷി എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. ആ ധാർമ്മികത ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി മീനാക്ഷി കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത് എൻ്റെ കസിൻ ബ്രദറാണ് ജയപ്രകാശ്. ഞങ്ങൾ ഒരുപാട് കാലം ഒരുമിച്ച് വളർന്നവരാണ്. എൻ്റെ സ്വന്തം ബ്രദറാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചതി അവരെ അറിയിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ തുളസീധരനാണെങ്കിൽ ഒന്നും പറയാനില്ല. അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എല്ലാ സത്യങ്ങളും മറച്ചു പിടിച്ച് വിവാഹ നിശ്ചയം വരെ കൊണ്ടെത്തിച്ചു. എന്നോടെല്ലാവരും ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ, ഇനിയൊരു ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ. ഒന്ന് പെറ്റിട്ട് ഞങ്ങളെ എല്ലാവരെയും ചതിച്ച് ഈ നിൽക്കുന്ന ജയപ്രകാശിനെ സ്വന്തമാക്കാമെന്ന് നീ കരുതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷിയാണെങ്കിൽ, മാപ്പ്, നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു. പിന്നെ എൻ്റെ ഭാഗം കൂടിയും എല്ലാവരും ഒന്ന് ചിന്തിക്കണം. എല്ലാം മറച്ചു വെച്ച് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് ആദ്യത്തെ തെറ്റ്. ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ജയപ്രകാശൻ സാറിനോട് ഇതൊക്കെ പറയാനായിട്ട്. പക്ഷെ ഞാനത് പറഞ്ഞില്ല. നേരിട്ട് പറയാൻ മടിയാണെങ്കിൽ ഫോണിലൂടെ ആവാമായിരുന്നു. പക്ഷേ ഞാൻ അതും ചെയ്തില്ല. എല്ലാ അർത്ഥത്തിലും തെറ്റുകാരി ഞാൻ തന്നെയാണ്. എനിക്കും ഒരു ജീവിതം വേണ്ടേ? പിന്നെ ഒരു ഭർത്താവും കുടുംബമൊക്കെ എനിക്കും വേണ്ടേ? ഞാനും ആഗ്രഹിക്കില്ലേ? ഞാനൊരു പെണ്ണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിന് ഇവനെ നിനക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ വരദരാജൻ ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞതാണ്, പക്ഷെ ഞാനാണ് അതിന് തടസ്സം നിന്നതെന്ന് പറയുമ്പോൾ തുളസിയും പ്രസന്നയും ആകെ ഷോക്കാവുന്നു, മഞ്ജിമയും. അങ്ങനെ തുളസിയാണെങ്കിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. അയ്യോ, ഞങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛനൊന്നും പറയണ്ട, ഞാൻ പറയട്ടെ എന്ന്. അങ്ങനെ പവൻകുമാർ പറയുകയാണ്, സോറി മീനാക്ഷി, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് താൻ എൻ്റെ പേഷ്യൻ്റാണ്. എത്തിക്സ് ഞാൻ കീപ്പ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എനിക്കിവിടെ വേറെ നിവൃത്തിയില്ല. എൻ്റെ ബന്ധു കൂടിയാണ് ഈ നിൽക്കുന്ന ജയപ്രകാശ്. എനിക്ക് സത്യം തുറന്ന് പറഞ്ഞാൽ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ, സാറ് ചെയ്തത് ശരി തന്നെയാണ്. സാറിനോട് എനിക്ക് എപ്പോഴും ബഹുമാനം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് യാതൊരു പരിഭവമില്ല. പിന്നെ ഞാനാണ് ഇവിടെ തെറ്റുകാരി. അതുകൊണ്ട് എന്നെ ശിക്ഷിച്ചാൽ മതി. എൻ്റെ വീട്ടുകാരെ ശിക്ഷിക്കരുത്. അവരെ ഒന്നും പറയരുത്, മാനം കെടുത്തരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അന്യപുരുഷനോടൊപ്പം പോയിട്ട് ഗർഭം ധരിച്ചവളല്ല ഞാൻ. മറിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ത്യാഗം, അത്രമാത്രം. അല്ലാതെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ ജയപ്രകാശ് പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്നോട് തുറന്നു പറയാമായിരുന്നു. തുറന്നു പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് നമുക്കിടയിൽ ഉണ്ടാകുമായിരുന്നു മീനാക്ഷി. അതാണ് ഇപ്പോൾ ഇല്ലാതായതെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ ഒത്തിരി വിഷമമാകുന്നുണ്ട്. എന്തായാലും ഇതുപോലെ മറ്റാരെയും ചതിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണനാണെങ്കിൽ ജയപ്രകാശിനോട് വരാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം ജയപ്രകാശ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട്
മീനാക്ഷി ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് പ്രസന്നയാണെങ്കിൽ മീനാക്ഷിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. തുളസീധരനും എല്ലാ കുറ്റങ്ങളും താൻ സ്വയം ഏറ്റെടുത്തു എന്നുള്ളൊരു വേദനയിൽ മീനാക്ഷിയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. എന്തായാലും പിന്നീട് ബാലകൃഷ്ണനും ജയപ്രകാശും വീട്ടിലേക്ക് എത്തിയതിന് ശേഷം വിജയലക്ഷ്മി ആണെങ്കിൽ ചായ എടുക്കുന്നുണ്ട്. മോനെ നിനക്ക് ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് ജയപ്രകാശ്. ഇനിയിപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതിയാൽ മതി. പവൻ പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തേക്ക് വിവാഹം നീട്ടിവെച്ചെന്ന് ബന്ധുക്കളോട് കള്ളം പറയാം, അല്ലാതെ വേറെ വഴിയില്ലെന്ന് പറയുന്നു. ഈ സമയം പവനും അവൻ്റെ സുഹൃത്തും പോവാനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ തന്നോട് ദേഷ്യമുണ്ടോ എന്നിങ്ങനെ പവൻകുമാർ ചോദിക്കുമ്പോൾ വലിയൊരു ചതിയിൽ നിന്നും നീയാണ് ഞങ്ങളെ രക്ഷിച്ചെടുത്തത്. ഇവനിടയ്ക്കിടെ നിന്നെ വിളിക്കണം, ഇവനെയും വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ ഭഗവാനാണ് ആ ഒരു ബുദ്ധി തോന്നിപ്പിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നിങ്ങനെ വിജയലക്ഷ്മി പറയുന്നു. എന്തായാലും സമയം കിട്ടുമ്പോൾ വരണം. പിന്നെ കൂട്ടുകാരൻ്റെ ഈ ഒരു അവസ്ഥ ആലോചിച്ച് നിങ്ങൾ വെറുതെ മദ്യപിച്ച് സമയം കളയരുത്, അപ്പോയിൻമെൻ്റൊക്കെ ഉള്ളതല്ലേ, ജോലി തുടർന്ന് പോകണമെന്നൊക്കെ ഇങ്ങനെ പവനോട് പറയുന്നു. ഈ സമയം ജയപ്രകാശ് അവരെ യാത്ര അയക്കുന്നുണ്ട്. അങ്ങനെ പവൻകുമാർ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ചെറിയൊരു കുറ്റബോധമുണ്ട്. ഞാൻ കാരണം ആ പെൺകുട്ടിയുടെ ലൈഫിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യരുത്. കാരണം മീനാക്ഷി നല്ലൊരു സ്വഭാവത്തിനുടമയാണ്. ആ കുട്ടി എന്തിനാ ഇങ്ങനെയൊരു ചതി ചെയ്തതെന്ന് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ എക്തീസിനെതിരായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. താൻ ഒരിക്കലും പേടിക്കേണ്ട എന്നിങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ്. നമുക്കൊരിക്കലും ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല. പറഞ്ഞല്ലോ, എന്തെങ്കിലും കാരണവശാൽ മനം നൊന്ത് ആ പെൺകുട്ടി സൂസൈഡോ മറ്റോ ചെയ്താലോ ആ പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡീസൻ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇനിയെല്ലാം വരണോടത്ത് വെച്ച് കാണാമെന്നിങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ്. എന്തൊക്കെയോ ആലോചിച്ച് ജയപ്രകാശ് ആണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.